ഓ, ഇയാളോ? മരണം 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 ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ നിരാശയോ അതോ ഈ കിടപ്പ് കാണുമ്പോഴുള്ള സന്തോഷോ? എന്താ ഇപ്പൊ മനസ്സിലെ? രണ്ടായാലും ജയം തന്നെ. നീലകണ്ഠന്റെ മേൽ ജയം. കുറച്ചുകൂടെ അടുത്തേക്ക് വരാം, വേണമെങ്കിൽ ഒന്ന് കാറ് തുപ്പാം. എന്തിനാ എന്റെ നീല ഇങ്ങനെ ഓരോന്ന് പറയണേ? സത്യമല്ലേ പറഞ്ഞുള്ളൂ വാര്യരെ. നീലകണ്ഠൻ ദ്രോഹിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ മുന്നിലല്ലേ ഈ കുട്ടി. ഞാൻ പോകുന്നു വാര്യമാവ. വന്നതിൽ സന്തോഷമുണ്ട് കേട്ടോ. ചികിത്സ നടക്കുന്നു. തെറി കേട്ടാലും പത്യം തെറ്റിക്കാതെ ഞാൻ കൊണ്ടുപോകുന്നു. ഇപ്പോഴാണല്ലോ എനിക്ക് അനുസരിപ്പിക്കാൻ കഴിയണത്. മുറിവുകളൊക്കെ കുറച്ച് ഭേദമായതായിരുന്നു. പക്ഷേ ഇന്ന് പിന്നെയും. എന്നോടൊരു വാക്ക് ചോദിക്കാതെ നീ എന്തിനവിടെ പോയി? മുമ്പ് അവിടെ പോയിട്ടുള്ളതെല്ലാം അച്ഛന്റെ ഇഷ്ടത്തിനായിരുന്നല്ലോ. ഇപ്പോ എന്റെ ഇഷ്ടത്തിനും കൂടി പോണം തോന്നി. ആനോ, പ്രായം തികഞ്ഞ ഒരു പെണ്ണാണ് നീ. ആ ആഭാസൻ പ്രായം ചെന്ന രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് അച്ഛൻ ഈ പറയുന്ന ആഭാസന്റെ അവിടെ പാർക്കാൻ ചെന്നിരുന്നു. എന്നിട്ടൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇപ്പൊ തീരെ ഭയക്കണ്ട. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലാത്തൊരു മനുഷ്യനാണ് അയാൾ ഇന്ന്. തർക്കുത്തരം വേണ്ട. അച്ഛൻ എങ്ങനെ കഴിയുന്നു ഇങ്ങനെയൊക്കെ മാറാൻ? പോയി കണ്ട് വിവരങ്ങൾ അന്വേഷിക്കേണ്ടത് അച്ഛനല്ലേ? അച്ഛനല്ലേ അയാളുടെ ഔദാര്യങ്ങൾ പറ്റിയിട്ടുള്ളത്? ഉണ്ട ചോറിനുള്ള നന്ദി അതെങ്കിലും കാട്ടണ്ടേ അച്ഛാ? വേറൊരുത്തന്റെ ഔദാര്യത്തില് ഇപ്പൊ 3 നേരം സുഭിക്ഷയായിട്ട് കഴിയാന്ന് വന്നപ്പോ എല്ലാം മറന്നു. മതി പ്രസംഗിച്ചത്. ഇനി ഞാൻ അറിയാതെ നീ എവിടെ പോകരുത്, മനസ്സിലായോ? ആ അച്യുതൻ എങ്ങാനിത് അറിഞ്ഞാൽ പിന്നെ എങ്ങനെ ഞാൻ അവന്റെ മുഖത്ത് നോക്കും? ഇനി പോണെന്ന് കരുതിയതല്ല, പക്ഷേ അച്ഛൻ വാശിയിലാണെങ്കിൽ ഞാൻ പോവും. അതിന്റെ പേരിൽ ആരുടെങ്കിലും മുഖത്ത് നോക്കാൻ അച്ഛന് വിഷമം ഉണ്ടെങ്കിൽ വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ഞാൻ പോവും. ആണോ? താൻ വരരുതായിരുന്നു. അച്ഛനെ മുഷിച്ചിലുണ്ടാക്കി. എന്തിനാ? അതുകൊണ്ട് എന്താ കാര്യം? എന്തിന്? എന്ത് കാര്യത്തിന്? ഒന്നും ചിന്തിച്ചില്ല. വരണമെന്ന് തോന്നി വന്നു. ഇഷ്ടായിലേക്ക് പോവാം. എനിക്ക് ആരുടെ ഇഷ്ടക്കേട് വാങ്ങണമെന്നില്ല. ഇഷ്ടക്കേടോ? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. ഭാനു എന്നെ കാണാൻ വരുമ്പോ ഞാൻ ചെയ്ത തെറ്റുകൾ താൻ പൊറുത്തു എന്നല്ലേ ഞാൻ കണക്കാക്കേണ്ടത്. അതിലെനിക്ക് സന്തോഷമാണുള്ളത്. പക്ഷേ പിന്നിട്ട കാലത്ത് ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ ഇന്ന് പലിശ സഹിതം ശിക്ഷ വാങ്ങിക്കുകയാണ്. അപ്പോ എന്നെ കാണാൻ വരിക, സ്നേഹമോ കാരുണ്യമോ ഒരു നോട്ടത്തിലൂടെയെങ്കിലും എനിക്ക് തരിക. അങ്ങനെ ചെയ്യുന്നവർക്ക് ഈശ്വര കോപം ഉണ്ടാവും. താൻ വെറുതെ പാവം വലിച്ച് തലേ കേട്ടണ്ട. ഞാൻ അറിഞ്ഞിരുന്നത് ഇയാളിന് ബലമുള്ളൊരു ശരീരം മാത്രമല്ല, അതിൽ ഉറപ്പുള്ളൊരു മനസ്സും ഉണ്ടെന്നായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നു, പാതി ചത്തു എന്ന് പറയുന്ന ശരീരത്തിനുള്ളിൽ മുഴുവൻ ചത്ത ഒരു മനസ്സാണുള്ളതെന്ന്. അതിനനുവദിക്കരുത്. മനസ്സിന്റെ ധൈര്യം വീണ്ടെടുത്താൽ പിന്നെ നടക്കാൻ കാലുകൾ വേണ്ട. ക്ഷമിക്കണം, ഞാൻ ഉപദേശിക്കുകയല്ല. അതിനും മാത്രമുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല ഭാനുമതി. എനിക്ക് തിരിച്ചും ഈ വാര്യർ എവിടെ പോയി കിടക്ക? ഭാനുവിന് ഇന്ന് ശരിക്ക് വഴക്ക് കേൾക്കും. ഏയ്, കറണ്ടും വന്നില്ലല്ലോ. എനിക്കിപ്പോ ഇരുട്ടാ ഇഷ്ടം. മുഖം കാണാതെ സംസാരിച്ചിരിക്ക, അതാ നല്ലതെന്ന് തോന്നാ. വാര്യരായിരിക്കും. വാര്യമാനല്ല. പിന്നെ ആരാ അവിടെ? ആ, വന്നു അല്ലേ തെമ്മാടി? ഇങ്ങോട്ട് കയറി വരിക. തന്നെ ഒന്ന് കാണട്ടെ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ? വയ്യ, അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ.
മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പം കൊണ്ടു നടക്കുന്ന ചിത്രമുണ്ട്. അതങ്ങനെ നിന്നോട്ടെ. കിടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കില്ലടോ. പെരിങ്ങോടാ, തനിക്ക് തരാൻ, തന്നോട് പറയാൻ എന്റെ ഒന്നുമില്ലടോ നീലകണ്ഠ. നാവാമുകുന്ദന് കൊടുത്തതിന്റെ ബാക്കി ഇത്തിരി നിവേദ്യമുണ്ട്. അതെന്നാ സ്വീകരിക്കുക. പോയി അല്ലേ? ഹൃദയം നിറയെ സ്നേഹം മാത്രം കൊണ്ട് നടക്കുന്ന താൻ തോന്നി. ഭാനുമതി, ഞാൻ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒച്ചയനക്കോ ഇല്ലാതെ നടന്നെത്തി എന്നെ കൊണ്ടുപോകാൻ മരണമെത്തുന്നത് ഞാൻ സ്വപ്നം കാണാറുണ്ട്. അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു തെറ്റിന് പ്രായച്ചിത്തം ചെയ്യാൻ നീ എന്നെ അനുവദിക്കണം. ഭാനു, ആ ചിലങ്ക വീണ്ടും കെട്ടണം. നിനക്ക് ഓർമ്മയുണ്ടല്ലോ, മുമ്പ് ഞാനത് ആവശ്യപ്പെട്ടപ്പോ നീ പറഞ്ഞത് എന്റെ മരണശേഷം മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ്. ഇപ്പോ മരിച്ചതിന് തുല്യമല്ലേ? പഴയ നീലകണ്ഠൻ മരിച്ചു. ഈ ശരീരം ഒരു പാഴ് വസ്തുവാണ്. ജീവിച്ചിരിക്കുന്നതിന് തെളിവായി ഒരു സ്മാരകം മാത്രം. മറുത്തു പറയരുത്. എന്നോട് കാണിക്കുന്ന ഒരു ദയ, ഒരു പാവത്തിൽ നിന്നെങ്കിലും മുക്തി കിട്ടാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. വെറുതെ ഒരു ശ്രമം നടത്തിയതാ. ഭാനു, ഇരിക്കൂ. പണിക്കർ സാറിനെ ഒന്ന് അറിയിക്കായിരുന്നു. അറിയിച്ചു കഴിഞ്ഞല്ലോ. ഭാനു എന്താ കരുതിയത്? മറുപടിയും വന്നു. അദ്ദേഹം വരുന്നുണ്ട്. ഓ, ആ, കൂടെ ഡൽഹിയിൽ എന്റെ സുഹൃത്തായ CS ഉണ്ട്. അയാൾ നാഷണൽ TVക്ക് വേണ്ടി ഒരു പ്രോഗ്രാം തയ്യാറാക്കുന്നുണ്ട്. കേരളത്തിൽ വെച്ചാ എന്റെ ഷൂട്ടിംഗ്. ഭാനുവാ ആ പരിപാടിയുടെ ഡെമോൺസ്ട്രേഷൻ നടത്തുന്നത്. എങ്ങനെ? ഇത്രയൊന്നും പെട്ടെന്ന്. എന്താ കരുതിയത് നീലകണ്ഠനെ കുറിച്ച്? ഞാനിവിടെ വെറുതെ ഇരിക്കാന്നാ? എഴുന്നേൽക്കണോ? അങ്ങനെ ഒരു ചിന്ത ഇല്ലാതില്ല. ഞാൻ സഹായിക്കാം. പ്രയാസാവും. ശ്രമിക്കാലോ. ഇനി ആ വീൽ ചെയറിനടുത്തേക്ക്. പുതിയ ജന്മമല്ലേ, അപ്പോ പിച്ച വെച്ച് നടന്നു പഠിക്കണം. ഒരുപാട് വീണാലല്ലേ നടക്കാനാവൂ. കണ്ടിട്ടില്ലേ കുട്ടികളെ? എന്താ ഈ കാട്ടണത് നീല? എനിക്ക് താൻ എവിടായിരുന്നു? പൊറുതി മുട്ടിയിരിക്കുക ശേഖരന്റെ ആൾക്കാരെ കൊണ്ട്. പുഴക്കരപ്പറമ്പിൽ ഒരു ഒറ്റ നാളികേരമില്ല. എന്തിനും ഇപ്പൊ അവറ്റയ്ക്ക് ധൈര്യം ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടായിരുന്നു തൂണുപോലെ 4 എണ്ണം. സ്വന്തം തടി നോക്കി എവിടെങ്കിലും ഒളിച്ചിരിക്കാവും. അവരെ എന്തിനാ കുറ്റം പറയുന്നത്? കണ്ട കാല് തല്ലി ഓടിക്കുന്നല്ലേ അവന്റെ ഭീഷണി. ഞാനൊരു പെറ്റീഷൻ കൊടുത്താലോ എന്ന് വിചാരിക്കുക. പോലീസുകാർക്ക് ഇത്തിരി ചില്ലറ കൊടുത്താലും വേണ്ടില്ല. വേണ്ട, എന്തെങ്കിലും ആവട്ടെ. ഇനിയും വേണ്ട വഴക്കും വക്കാണോ. ഞാനെല്ലാം മറക്ക മനഃപൂർവ്വം. മറന്നേ പറ്റൂ. കാരണം ഇപ്പൊ മനസ്സ് മുഴുവൻ നീയാണ്. നീ, നിന്റെ ഭാവി, നിന്റെ ജീവിതം. പോയി വരാം. ശരി. കഷ്ടകാലം വന്നപ്പോ ഞങ്ങളിട്ട് ഓടിപ്പോയിന്ന് കരുതല്ലേ? ഞാൻ അങ്ങനെ കരുതിയിട്ടില്ല, പറഞ്ഞതുമില്ലല്ലോ.
അതെ, ഈ 4 എണ്ണത്തിനോടും എനിക്കൊന്ന് പറയാനുണ്ട്. നിങ്ങൾ ചെവിയിൽ ഓരോന്ന് ഓതി കൊടുത്തത് കേട്ട് ചാടി ഇറങ്ങിയതിന്റെ ഫല ഇപ്പൊ അനുഭവിക്കണേ. ഇനി ഇയാളുടെ ജീവനെടുക്കണോ? അതിനാണോ ഇപ്പൊ തിരിച്ചു വന്നിരിക്കണേ? ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്തവരല്ല വാരരെ ഞങ്ങള്. ആണോ? എന്നാ ദയവ് ചെയ്ത് ഇവിടുന്ന് ഒന്ന് പോവാ. അങ്ങനെ ഒരു നന്ദി കാട്ടുക ഇപ്പൊ വേണ്ടത്. നീലം വീണപ്പോ നമ്മൾ കാവല് വേണമായിരുന്നു. തെറ്റന്നെ നമ്മൾ കാണിച്ചത്. എന്ത് ചെയ്യാനാ, ശേഖരന് പെരട്ടി ബല. എന്നാൽ എത്ര നാളാ ഇരുട്ടിന്റെ മറവറ്റി കഴിയാൻ? തിരിച്ചു കൊടുക്കാൻ കഴിയും പോലെ കൊടുക്കണം, എന്നാലേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂ. വിടരുത്, ഈ നായ വിടരുത്. ഒരു കാറ് കത്തിയ അതെനിക്ക് പുല്ല. പകരം നിന്റെ ഈ തറവാട് കത്തിച്ചു കളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയൊന്നാ. ഇന്നലെ നടന്നതൊന്നും എന്റെ അറിവോടെയല്ല. എനിക്കൊരു പടയിലും താല്പര്യവുമില്ല. നീ വെറുതെ പേടിക്കുകയാണ്. പേടിയല്ല നീലേണ്ട, എനിക്ക് സന്തോഷ. നീ ഇറങ്ങണം, പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ. അപ്പോഴേ എനിക്ക് ഈ കളിയിൽ ഹാരം കൂടൂ. നിന്നെ ഞാൻ ഇറക്കും. മുണ്ടക്കൽ ഉത്സവത്തിന് ഇനി അധികം നാളില്ല. നിനക്കതിന് കഴിയില്ല. തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല. അങ്ങനെ ആയിരുന്നുവെങ്കില് തളർന്നുപോയി ഈ കയ്യിൽ ഒരു കത്തി കെട്ടിവെച്ച് ഞാൻ വന്നനെ. മുണ്ടക്കിലെ വാതിലും ചവിട്ടി തുറന്ന് പഴയ നീലകണ്ഠനെ മറക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുക. ഓർമ്മിപ്പിക്കാൻ നീ വെറുതെ ശ്രമം നടത്തണ്ട. ചേര, നീ പോ. അങ്ങനെ മുണ്ടക്കലെ കൊടി കയറി. കഴിഞ്ഞ കൊല്ലത്തെ ഉത്സവം ഇന്നലെ കഴിഞ്ഞ പോലുണ്ട്. ഒന്ന് നിന്നേ, നിക്കാൻ നേരമില്ല വൈദ്യല്ലേ. ഉത്സവം എത്തിയില്ലേ, എല്ലാത്തിനും കിടന്നോടെ ഞാൻ ഒരാൾ വേണ്ടേ. ഇല്ലാത്ത സഭയുണ്ടാക്കി അച്യുതം വന്നിരിക്കണതേ കാര്യങ്ങൾ ഉറപ്പിച്ച് ഒരു തീയതി നിശ്ചയിക്കാനാ. എന്താ നീ പറയണത്? ഞങ്ങൾ തമ്മിൽ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഒന്നു മാത്രം അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവില്ല. തല വെട്ടെന്ന് പറഞ്ഞാലും ഭാനു ഇതിന് സമ്മതിക്കില്ല എന്ന്. അതിന് അച്യുതേട്ടൻ അച്ഛനെ കുറ്റം പറയണ്ട. തെറ്റ് അച്ഛന്റെ അല്ല. ഭാനു, വിവരക്കേട് പറയരുത്. അച്ഛൻ നടക്കുന്നു കരുതിയതും വാക്ക് കൊടുത്തതും അതിലും വലിയ വിവരക്കേടല്ലേ? എടി അഹങ്കാരി, ആലോചിച്ച് സംസാരിക്കണം. നല്ലോണം ആലോചിച്ചിട്ടുണ്ട് എല്ലാം. അതെ അച്ഛാ, എല്ലാം. എന്താ ഇപ്പൊ ഇവിടെ ഇറങ്ങണം ഈ നിമിഷം? അതും അറിയായിരുന്നു. ഒരു പെട്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ട് കുറച്ചു ദിവസമായി. എന്നാ എടുത്തോ, എന്നിട്ട് എവിടെ വെച്ചപ്പോ തോന്നുകൂടെ ജീവിച്ചോ. അച്ഛാ, അച്ഛൻ എന്തായി പറയണത്? കുട്ടി മിണ്ടരുത്. ഭാനുച്ചി, വേണ്ട അപ്പുമാമേ, അവൾക്ക് ഇഷ്ടമില്ല അച്ഛാ. പിന്നെ നിർബന്ധിച്ചിട്ടെന്താ, ഇറക്കി വിടൊന്നും വേണ്ട. അച്യുതാ, ഞാനത്ര ഉളുപ്പ് കെട്ടവനൊന്നും അല്ല. നിന്റെ ചോറ ഞാനും ഇവറ്റകൾ ഇവിടെ ഇപ്പൊ തിന്നുന്നേ. കൂട്ടത്തോടെ ഇറങ്ങാൻ നീ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ തയ്യാറാ, സന്തോഷത്തോടെ. അയ്യോ, അപ്പുമാമ എന്താ പറയുന്നേ? എന്നാ ഞാനും അവളും കൂടെ പാടില്ല. പുകഞ്ഞു കൊള്ളി പുറത്ത്. ഭാനുച്ചി, വേറെ വഴിയില്ല മോളെ. നീ ഒന്നും പറയരുത്. അപ്പോ അത്രത്തോളായി അല്ലേ?
ഇറങ്ങിപ്പോകാൻ അച്ഛൻ തന്നെ പറഞ്ഞു. ആ ഒരു സന്തോഷമുണ്ട്. സ്വന്തം തീരുമാനത്തിൽ ഇറങ്ങിയതല്ല എന്ന് പറയാലോ. സത്യം അതല്ലെങ്കിലും. വരേ, ആ പെട്ടിയും എടുത്തോളൂ. ഇവിടെ ആർക്കും വേണ്ടാത്ത 2 അനാഥ ആത്മാക്കളുടെ കൂടെ കഴിയാം. വാകുട്ടി, അകത്ത് ഒരുപാട് മുറികളുണ്ട്. ഇനി അടുക്കളയുടെയും കലവറയുടെയും താക്കോല് ഞാൻ അങ്ങ് തരും. എന്നിട്ട് താനെങ്ങടാ കാശിക്കോ? അത് മനസ്സിൽ വെച്ചോളൂ. ഇനിയുള്ള കാലം ബാനുവിന്റെ കൈകൊണ്ട് വല്ലതും വെച്ചുണ്ടാക്കി കഴിച്ചിട്ട് ഞാനൊന്ന് സുഖമായിട്ട് കഴിയാൻ പോവാ. അപ്പോ ഇയാളിവിടെ അടുക്കളപ്പണിക്ക് വന്നതെന്നാ തന്റെ വിചാരം? മംഗലശ്ശേരിക്ക് അപ്പുറത്ത് വിശാലമായ ഒരു ലോകം ഭാനുവിനെ കാത്തിരിപ്പുണ്ട്. യാത്ര തുടങ്ങാനാ ഭാനു ഇങ്ങോട്ട് വന്നത്. ചെല്ലു, ഇയാളിങ്ങനെ പല വിഡ്ഢിതരങ്ങളും പറയും. വാര്യരെ അങ്ങനെ പൊട്ടനാക്കല്ലേ. ഇത്തിരി ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഞാനേ കുറച്ചോണം കൂടുതലുണ്ടതാ. ഡിങ്ക ഡിങ്ക. കൂടുതൽ ഉണ്ണുന്നതാണ് ബുദ്ധിയുടെ മാനദണ്ഡം എന്ന് വെച്ചാ തനിക്ക് കുറച്ചൊന്നും അല്ല, കൂടുതൽ എന്നാ ബുദ്ധി. ഡിങ്കി ഡിങ്ക. വരേ വരേ. എന്താ? ടെലിഗ്രാം ഡൽഹിന്ന് CS-ന്റെ ഉടനെ പുറപ്പെടണമെന്ന്. എന്താ? ആരുടെ കമ്പി? ഡൽഹിയിലെ ഭാനുവിന്റെ ഡാൻസ് പ്രോഗ്രാം 16-ാം തീയതി എന്ന് പറയുമ്പോ. പിന്നെ എത്തിയില്ലേ? ഇന്ന് 10 നാളെ തന്നെ പുറപ്പെടണ്ടേ? അതെ, താനിപ്പോ തന്നെ വിട്ടോളൂ. ആ. തൃശ്ശൂരോ ഷൊർണൂരോ എവിടെ വേണേലും പോയി 2 ടിക്കറ്റ് ശരിയാക്ക. ആ. തന്റെ കൂടെ ഇവളെ വിട്ടാലത് ശരിയാവോടോ? വടക്കാഞ്ചേരിക്ക് അപ്പുറത്ത് ലോകം കണ്ടില്ലാത്ത കക്ഷിയാ. 2 ടിക്കറ്റോ? അപ്പോ നീലം വരുന്നില്ലെന്നോ? ഞാനോ? ഞാൻ എന്തിനാ ഈ വടിയൊക്കെ കുത്തിപ്പിടിച്ച്? അത് ബോറാ. എന്നാ പിന്നെ ആരും പോകുന്നു കരുതണ്ട. പിന്നല്ലാതെ. വാശി പിടിക്കല്ലേ, അതിന്റെ ആവശ്യമില്ല. അതാ ഞാൻ. ആവശ്യമുണ്ട്. എവിടെയാച്ചാലും മുൻനിരയിലിരിക്കണം. എങ്കിലും ഞാൻ ചിലങ്ക കിട്ടു. എന്നാ ശരി, ഇനി അതുകൊണ്ടൊരു കുറവ് വരണ്ട. താനും എളുപ്പം ഇറങ്ങി വരേ. ഞാൻ റെഡിയല്ലേ? എന്താ ഒരാലോചന? ഞാൻ ഓരോ കാര്യങ്ങൾ ഓർത്തങ്ങനെ നിന്നുപോയി. ഗംഭീരാവണം പ്രോഗ്രാം. പലരും ഉണ്ടാവും കേമന്മാർ. നൃത്തം കഴിയുമ്പോ ബാക്ക് സ്റ്റേജിൽ അഭിനന്ദിക്കാൻ വരുന്ന മഹാന്മാരുടെ ബഹളം. ഞാനതിങ്ങനെ മനസ്സിൽ കാണുമായിരുന്നു. സത്യം പറയട്ടെ, എനിക്കിപ്പോ വലിയ മോഹങ്ങളൊന്നുമില്ല. നൃത്തത്തിനോടുള്ള ആ ആവേശമൊക്കെ വിട്ടുപോയെന്ന് തോന്നുക. വിഡ്ഢിത്തരം പറയരുത്. ആ ആവേശമാണ് പ്രാണവായു പോലെ കൂടെ വേണ്ടത്. പിന്നെ മോഹങ്ങൾ ഒരുപാട് മോഹിച്ചാലേ കുറെയെങ്കിലും നടക്കൂ. ആകാശത്തോളം മോഹിച്ചോളൂ, ഒരു കുന്നോളം കിട്ടും. ഇതുകൊണ്ടൊന്നും ആയില്ല. കടലും കടന്നു ചെല്ലണം. കാലുകുത്ത് നരങ്ങുകളെല്ലാം കീഴടക്കണം. ഇതിനിടെ മറന്നു പോകരുതാത്തൊരു കാര്യമുണ്ട്. വിവാഹം. നാടെല്ലാം ആശീർവാദം ചൊരിയാനെത്തുന്ന ഒരു വിവാഹം. അതും കൂടെ എന്റെ ബാധ്യതയാണ്. അതെപ്പോഴും ആവാലോ. ഇത്ര അടുത്തില്ലേ? ഞാൻ കഴുത്ത് കുനിക്കുന്നു, ഒരു ചരടെടുത്ത് ഇങ്ങോട്ട് കെട്ടുന്നു, കഴിഞ്ഞു. ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടിയും മംഗളവാദ്യം ഉണ്ടാവും. ഭാനു, അബദ്ധം പറയരുത്. അബദ്ധമല്ല, മനസ്സിലെന്നോ നിശ്ചയിച്ചുറപ്പിച്ചതാണ്. നടക്കില്ല, നടക്കാൻ പാടില്ല. ഭാവിയുടെ വാതിലുകൾ മുമ്പിൽ തുറന്നു കിട്ടുമ്പോ വഴിമുടക്കുന്ന കാര്യമാണോ ചിന്തിക്കുന്നത്? വഴി തുറന്നു തരുന്ന ആളെങ്ങനെ വഴിമുടക്കിയാവും? എനിക്കതിനുള്ള അർഹതയില്ല കുട്ടി. എന്ന് ഞാനാ പറയേണ്ടത്. നിനക്കറിയില്ലേ, എന്റെ ഇഷ്ടത്തിന് വഴങ്ങുന്ന ശരീരം പോലും എനിക്കില്ല. പിന്നെയുണ്ട് ഒരുപാട് കാരണങ്ങൾ. എനിക്കതിനു മാത്രമുള്ള വിലയില്ല. അതാണോ കാരണം? ഒരുപാട് കൂടുതലാണ്. നിനക്കറിയാൻ പാടില്ലാത്ത സത്യങ്ങളുണ്ട്. എന്റെ ജന്മം തന്നെ. അരുത്, ഒന്നും പറയരുത്.
അമ്മയെ കാണാൻ പോയി തിരിച്ചെത്തിയ രാത്രി അന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വേണ്ട, ആ വിഷയം അവസാനിപ്പിക്കാം. എല്ലാം തന്റെ നന്മയ്ക്കായിരുന്നുവെന്ന് പിന്നീട് ബോധ്യമാവും. കുട്ടിയുടെ നന്മയെ കരുതിയാവും. ആ നന്മ എനിക്ക് വേണ്ട. ഈ ജന്മം മുഴുവൻ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനുള്ള ഒരു അവകാശം, അത്രയും ഞാൻ കൊതിക്കുന്നുള്ളൂ. മോളെ, നീ നാളെ ലോകം മുഴുവൻ അറിയപ്പെടേണ്ട കലാകാരിയാണ്. പക്ഷെ ഞാനൊരു പെണ്ണും കൂടിയാണ് വാര്യരമ്മാവ. ഇത്തിരി മോഹങ്ങൾ ഞാൻ കൂട്ടിവെച്ചിട്ടുണ്ട്. അതെല്ലാം മറക്കുന്നതിൽ എളുപ്പം മരിക്കുന്നത്. ഉറങ്ങിയില്ലേ? ഇല്ല. ആ കുട്ടിയുടെ കണ്ണ് തുറന്നിട്ടില്ല. ഒരു നേരം പോക്ക് പറഞ്ഞു. നടക്കാൻ പാടില്ലാത്ത ഒരു വിഡ്ഢിത്തം. നീല, ഒന്നിങ്ങോട്ട് നോക്കുക. ഞാൻ ആ മുഖം ഒന്ന് കാണട്ടെ. ഏതിരുട്ടിൽ വേണമെങ്കിലും വിളിച്ചോളൂ. പക്ഷേ ഈ കണ്ണെനിക്ക് കാണാമെങ്കിൽ ആ ഹൃദയം എനിക്കറിയാൻ പറ്റും. ഇന്ന് ഈ ദേഹത്ത് ജീവൻ തുടിക്കുന്നുണ്ടെങ്കിൽ അത് മരുന്നിന്റെയും മന്ത്രത്തിന്റെ അല്ല, ആ കുട്ടിയുടെ പ്രാർത്ഥനയുടെയും സാമീപ്യത്തിന്റെയും ഫല. എന്റെ മുഖത്ത് നോക്കി പറയൂ, നീലാണ്ടന് ഭാനുമതി ഇല്ലാതെ പൂർണ്ണതയുണ്ടോ? ഭാര്യരെ, വിഷം തരാൻ ആവശ്യപ്പെട്ട് എനിക്കൊരു സ്ഥാനം നൽകിയിരുന്നല്ലോ അച്ഛന്റെ. ആ സ്ഥാനം സ്വീകരിച്ചിട്ട് പറയാ, ആ കുട്ടിയുടെ കണ്ണീർ തുടയ്ക്കണം. അവരുടെ നന്മയാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാവോളം അതിനെ നെഞ്ചിൽ ചേർത്ത് നിർത്തണം. മനസ്സിടറി. അതാ കാല്. പുണ്യമാണ് നീ, കോടി പുണ്യം. മുറിവിൽ തേൻ പുരട്ടുന്ന നിന്റെ സാന്നിധ്യം വേണ്ടെന്ന് വയ്ക്കാൻ തോന്നിയത് നിന്നോടുള്ള ഇഷ്ടക്കൂടുതലുണ്ട്. ഇനി ഒന്നിനും, മരണത്തിന് പോലും നിന്നെ വിട്ടുകൊടുക്കില്ല.